ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും മെസ്സേജും എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണ്, പക്ഷേ പറയുന്നത് വേറൊന്നാണ്. അങ്ങനെയുള്ള ഒരു എനർജിയിലാണ് ഇവർ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഹൃദയത്തിൽ ഒന്നാണ്, മനസ്സിലൊന്നാണ്. അതേപോലെ ഹൃദയത്തിൽ ഒന്ന് വച്ചിട്ട് മനസ്സിൽ എന്താണോ ഉള്ളത് അത് പറയും. രണ്ടിലും ഓരോ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഹൃദയത്തിലൊന്ന്, മനസ്സിലൊന്ന്, അങ്ങനെ. ഇന്നലെ വരെ ഭയങ്കരമായിട്ടുള്ള ഫയർ എനർജി ആയിരുന്നു. ഇന്നത്തെ എനർജി നോക്കുമ്പോൾ ദേഷ്യം ഒട്ടും തന്നെ ഇല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫയർ എനർജി മിസ്സിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവരുടെ ആ ഒരു ട്രൂ ഫീലിങ്സ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നില്ല. അതായത് എന്തോ ഒരു ബ്ലോക്കേജസ് കാണുന്നു. ഇവർ ട്രൂ ഫീലിങ്സ് മനസ്സിൽ വച്ചിട്ടുണ്ട്, പക്ഷെ അത് നിങ്ങളുടെ അടുത്ത് എത്തുന്നില്ല. ഇവിടെ ഇവരുടെ എനർജി വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവർ ആഗ്രഹിച്ചാൽ ഇവർക്ക് എന്തും ചെയ്യാം, പല കാര്യങ്ങളും നേരെയാക്കാം, നിങ്ങളോട് എന്തും പറയാം, നിങ്ങളുടെ അടുത്ത് വേണമെങ്കിൽ എത്താം, എല്ലാം ഇവർ ആഗ്രഹിച്ചാൽ ഇന്നത്തെ ദിവസം എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എന്തോ ഒരു തടസ്സം. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളോടുള്ളത്, എനിക്ക് നീ മറ്റൊരാളോട് സംസാരിക്കുന്നതോ കൂടുതൽ അടുത്ത് പെരുമാറുന്നതോ എനിക്കിഷ്ടമില്ല എന്നുള്ളതായിരിക്കാം അവരുടെ ഫീലിങ്സ്. പക്ഷേ നിങ്ങളോട് അത് ഹൈഡാക്കി വെച്ചായിരിക്കും പെരുമാറുന്നത്, സംസാരിക്കുന്നത്. ഈ ദേഷ്യം ഉള്ളി വച്ചിട്ട് നിങ്ങളോട് ഷൗട്ട് ചെയ്യുകയോ വഴയോ, നിങ്ങൾ ആവശ്യമില്ല വഴക്ക് പറയുകയോ ചെയ്യും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതാണ് ഫീലിങ്സ്. അത് തുറന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അത് പറയത്തില്ല. അങ്ങനൊരു എനർജി. ചില ആൾക്കാരുടെ പേഴ്സിന് പൈസ ഇല്ലെങ്കിൽ, ഇപ്പം കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ, പൈസ ഇല്ലെങ്കിൽ ആ വിഷമം എല്ലാം തീർക്കുന്നത് നിങ്ങളോടായിരിക്കും, പൈസയുടെ ബുദ്ധിമുട്ട്. പക്ഷെ അത് പറയാൻ പറ്റും, എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറുക എന്ന് തുറന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് പറയത്തില്ല. മനഃപൂർവ്വമായിട്ട് ദേഷ്യപ്പെടുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങളിൽ കുറ്റം കണ്ടുപിടിച്ച് നിങ്ങളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും, നിങ്ങളെ കരയിപ്പിക്കും. അങ്ങനെയും ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചില ആൾക്കാരുടെ പേഴ്സൺ ഇങ്ങനെയാണ്. നിങ്ങൾ മറ്റൊരാളോട് സംസാരിച്ചാലും ഒരു കുഴപ്പവുമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ട്രൂ ഫീലിങ്സ് ഇതായിരിക്കാം, നിങ്ങൾ അവരോട് സംസാരിക്കുന്ന, അടുത്ത് പെരുമാറുന്ന ഇഷ്ടമില്ലായിരിക്കും. പക്ഷേ ഇവർ നിങ്ങളോടൊന്നും പറയത്തില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതെന്താ എൻ്റെ പേഴ്സണ് ഒരു കുഴപ്പവുമില്ല, ഞാൻ മറ്റൊരാളോട് സംസാരിച്ചതുകൊണ്ടോ അടുത്ത് പെരുമാറിയതുകൊണ്ടോ. മറ്റുള്ള ആൾക്കാരുടെ പേഴ്സൺ നോക്കുകയാണെങ്കിൽ ഭയങ്കര പൊസസീവ് ആണല്ലോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും. എൻ്റെ പേഴ്സണും എന്താ എന്നോട് ഒരു സ്നേഹവുമില്ല. പക്ഷെ യഥാർത്ഥക്കാരന് ഇവരുടെ ട്രൂ ഫീലിങ്സ് മറച്ചു വെച്ചാണ് നിങ്ങളോട് പെരുമാറുന്നത്. ഇവിടെ ഇവർക്ക് എന്തോ ഒരു ഫിയർ, പേടിയുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ആരും കാണാതെ നിങ്ങളെ സ്പൈ ചെയ്യുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ആരോടാണ് സംസാരിക്കുന്നത്, നിങ്ങളുടെ DP ചേഞ്ച് ആയിട്ടുണ്ടോ, നിങ്ങളുടെ സ്റ്റാറ്റസ്, പോസ്റ്റ് എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രൂ ഫീലിങ്സ് എല്ലാം ഹൈഡാക്കി വെക്കും, തുറന്ന് പറയുന്നില്ല, പേടി പോലെ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫുൾ ഇമോഷൻ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ എക്സ്പ്രഷൻ ഓഫ് ലവ് സീറോ ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒത്തിരി ഇമോഷൻസ് ഉണ്ട് നിങ്ങളോട്, പക്ഷേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു എനർജി. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു എനർജിയിലാണോ നിങ്ങളുടെ പേഴ്സൺ? നിങ്ങളല്ലേ അവരോട് കൂടുതലായിട്ട് ഇടപഴകുന്നത്? നിങ്ങൾ തന്നെ പറയൂ, ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അല്ലയോ ഇത്, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും എനർജിയാണോ എന്ന് കമൻറ്റ് സെക്ഷനിൽ പറയൂ. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലൊരു ഡിസ്റ്റൻസ്, അകൽച്ച വച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കോണ്ടാക്ട് സിറ്റുവേഷനിലായിട്ട് പോലും നിങ്ങളോട് അധികം ഒന്നും സംസാരിക്കാതെ ഒരു അകൽച്ച ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നത് അത് ആഗ്രഹിക്കുന്നില്ല ഇവർ. കൂടാതെ മറ്റൊരാളുടേത് ആകണമെന്നും ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത് റിലേഷൻഷിപ്പിൽ ഒരു മൂവ്മെൻറ്റ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളോടുള്ള ആ ഒരു ട്രൂ ഫീലിങ്സ് അത് കാണിക്കുന്നില്ല. അങ്ങനെ കാണിക്കാത്ത ബന്ധം എന്ത് ബന്ധമാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ട്രൂ ഫീലിങ്സ് ആയിട്ട് വന്നിരിക്കുന്ന ഇതാണ്, ഈ ഒരു എനർജിയാണ്. ആരുടെ പേഴ്സൻ്റെ എനർജിയാണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഓപ്പോസിറ്റുള്ള വ്യക്തിയോട് നമ്മുടെ ഉള്ളിൽ ആ ഒരു സ്നേഹം കാണിച്ചാലല്ലേ ആ ഓപ്പോസിറ്റ് വ്യക്തിക്ക് മനസ്സിലാവുള്ളൂ, എൻ്റെ പേഴ്സൺ ഇത്രയധികം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇതെല്ലാം ഹൈഡാക്കി വെച്ചിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിൽ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് പ്രകടിപ്പിക്കണ്ടേ.
ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെ സ്ലോ എനർജിയിലാണ് ഉള്ളത്. അതായത് നിങ്ങൾ പറയുകയാണ് ഇനി എപ്പോഴാണ് എനിക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുക, കല്യാണം കഴിക്കണ്ടേ നമുക്ക്, ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞ് എല്ലാം റെഡിയാക്കും, നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞ് റെഡിയാക്കൂ, ഇനി വയസ്സാം കാലത്താണോ കല്യാണം കഴിക്കുക, ഒന്ന് പറയൂ എന്നൊക്കെ പറയുമ്പോൾ ഇവർ തിരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ ഒന്നും തരത്തില്ല, മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. അതായത് ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യേണ്ട നിങ്ങൾ ആ രീതിയിലുള്ള ഒരു മനോഭാവമായിരിക്കും ഇവരുടേത്. ഇവിടെ നിങ്ങൾ ഇവരുമായിട്ട് കോണ്ടാക്റ്റിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇവരെ പോലെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി ഈ ലോകത്ത് വേറെ ഇല്ല എന്നാണ്. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം എക്സ്പെക്റ്റ് ചെയ്ത് ഇവരോട് ചോദിക്കുമ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷനോ ഒരു എക്സ്പെക്റ്റേഷനോ ഇല്ലാത്ത പോലെ ഇവർ സംസാരിക്കും. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ഫിയറിൻ്റെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ സ്ലോ എനർജിയിലായതുകൊണ്ട് തന്നെ നടുക്ക് സ്റ്റക്കായിട്ടിരിക്കുന്നതായിട്ട് രണ്ടുപേരും. അതായത് ഒരു അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാതെ സ്റ്റക്കായിട്ടിരിക്കുന്ന എനർജി. അതാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ എനർജി ഇപ്പോൾ. ചില സമയം നിങ്ങൾക്ക് ഇറിറ്റേഷൻ തോന്നി നിങ്ങൾ പറയും ഇവരോട് എല്ലാം അവസാനിപ്പിക്കാമെന്ന്. കാരണം ഇവരുടെ ആ ഒരു എനർജി കണ്ടാൽ ആരും ഇറിറ്റേറ്റ് ആവും. ആ ഒരു എനർജിയിലാണ് ഇവർ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഇനി നമുക്ക് മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് നോക്കാം. മെസ്സേജ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവരുടെ ലൈഫിൽ എന്ത് പ്രോബ്ലമാണോ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രോബ്ലംസ് കണ്ടിട്ട് ഇവരുടെ പ്രതീക്ഷ കൈവിടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല, എനിക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കത്തില്ല, എനിക്ക് സ്റ്റാൻഡ് എടുക്കാൻ സാധിക്കത്തില്ല, അങ്ങനെ ഒരു സ്റ്റക്കായിട്ട് ഇരിക്കുന്നതായിട്ട്, ഒരു പ്രതീക്ഷയില്ലാത്ത പോലെ, ഇങ്ങനെ ഒരു മുന്നോട്ട് ഭാവിയെക്കുറിച്ച് ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു പ്രതീക്ഷയില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ. ഇത് ഹോപ്പ്ലെസ് ആയി നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഇവർ എന്തൊക്കെ ചെയ്തിട്ടും കാര്യങ്ങൾ ഇവർ വിചാരിക്കും പോലെ നടക്കുന്നില്ല. അത് കാരണം ഇവർ പിറകിലോട്ട് പോകുന്നു. ഇവർ പിറകിലോട്ട് പോകുമ്പോൾ നിങ്ങളും പിറകിലോട്ട് പോകുന്നു. അങ്ങനെ ഇല്ല എങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങളെ തമ്മിൽ അകറ്റുന്നു. ഇവിടെ ഇവർ ചോദിക്കുന്നത് നമ്മൾക്കിടയിലുള്ള ഈ ഒരു പ്രോബ്ലംസ് എല്ലാം മാറുമോ? ചില സമയം നമ്മൾ നല്ല സ്നേഹത്തിലിരിക്കുന്നു, ചില സമയം നമ്മൾ വഴക്കിട്ട് പിരിഞ്ഞിരിക്കുന്നു, ചില സമയം നമുക്ക് ഒരിക്കലും അകന്നിരിക്കാൻ സാധിക്കുന്നില്ല, ചില സമയം നമുക്ക് അകന്നിരിക്കാൻ തോന്നുന്നു. എന്താണ് ഈ ഒരു സ്നേഹം? അതായത് ചില സമയം അടുത്തിരിക്കുമ്പോൾ ടോം ആൻഡ് ജെറിയെ പോലെ വഴക്കിടുന്നു, ഒരാൾ മറ്റൊരാളെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. എന്നാൽ മാറി നിൽക്കുമ്പോൾ ഒരിക്കലും മാറി നിൽക്കാൻ സാധിക്കുന്നുമില്ല. അപ്പോൾ എന്താണ് ഈ സ്നേഹം? ചിലപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇവരുടെ ഈഗോയാണ് ശരി, അതായത് ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നുള്ള ഒരു തോന്നൽ ഇവർക്കുണ്ട്. ഇവിടെ മാസ്കുലിൻ എനർജി വളരെയധികം ഡൊമിനേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് ചില സാഹചര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതായത് ആൺകുട്ടി എപ്പോഴും അങ്ങോട്ട് സമാധാനിപ്പിക്കുവാനും എല്ലാം പോവും. അപ്പോൾ പെൺകുട്ടിക്ക് ഭയങ്കര ഒരു അഹങ്കാരമായിരിക്കും. ഞാൻ എത്ര പിണങ്ങിയാലും അവൻ എൻ്റെ കാൽക്കീഴ്ക്കൽ വന്ന് കിടക്കും എന്നുള്ള ആ ഒരു തിരിച്ച് അങ്ങോട്ടും അങ്ങനെയായിരിക്കും. ചില ആൺകുട്ടികൾക്ക് ഭയങ്കര അഹങ്കാരമായിരിക്കും. പെണ്ണുങ്ങൾ എപ്പോഴും അവരുടെ പിറകെ നടക്കണം. അങ്ങനെയും രണ്ട് ഇതിലും അങ്ങനെ മാസ്കുലിൻ എനർജി ഡൊമിനേറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ ഏതോ ഒരു വ്യക്തി ഭയങ്കര ഈഗോയിലും ഒരാൾ ഡൗൺ ടു എർത്തുമാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വഴക്കിടുമ്പോൾ ചിലപ്പോൾ ഈ ഈഗോയിലുള്ള വ്യക്തി നിങ്ങളോട് പറയും എന്നെക്കൊണ്ട് പറ്റത്തില്ല, നിനക്ക് എന്നെ പറ്റില്ലെങ്കിൽ വേറെ ഒരാളെ പോയി നോക്ക് എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ചില സമയം ഇതേപോലെ നിങ്ങളുടെ പേഴ്സൺ അഗ്രസീവായിട്ട് എനിക്ക് നിങ്ങളുടെ മുഖം കാണണ്ട എന്ന് പറഞ്ഞ് നിങ്ങളെ വിട്ടു പോകുന്നു. പക്ഷെ നിങ്ങൾ പതുക്കെ ഹീലായി നിങ്ങളെ തന്നെ ഗ്രോ ചെയ്ത് കാണിക്കുമ്പോഴാണ് ഇവർ പതുക്കെ മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അതായത് എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ്. ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളെ ഇവർ സ്വസ്ഥമായിട്ട് ജീവിക്കുവാനും സമ്മതിക്കുന്നില്ല, ഇവർ സ്വയം വിട്ടു പോകുന്നുമില്ല നിങ്ങളിൽ നിന്ന്. അപ്പോൾ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരു എനർജി എത്ര മണിക്കൂർ ഉണ്ടാകും എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും 2ഉം 10 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ ഈ ഒരു എനർജി ഉണ്ടാകും. ചില ആൾക്കാർക്ക് 24 മണിക്കൂർ ഈ ഒരു എനർജി ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഞാൻ പറഞ്ഞ ഈ മണിക്കൂർ വരെ ഉണ്ടാകും. ഒരു ടെമ്പററി എനർജിയാണ്. കുറച്ച് കഴിയുമ്പോൾ അവരുടെ എനർജിയിൽ മാറ്റം ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.